2 hours later. ഹായ്, ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ പാനിപൂരി വ്ളോഗാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഉത്സവത്തിന് പോയപ്പം പാനിപൂരി കഴിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ ഗൈസ്, ഞങ്ങള് ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇന്നലെ പാനിപൂരി ട്രൈ ചെയ്ത് നോക്കിയത്. നമുക്ക് ഓക്കെ ആയിട്ട് തോന്നി, ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇന്ന് ഹോം മെയ്ഡ് ആയിട്ട് പാനിപൂരി ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പാനിപൂരി പാക്കറ്റിൽ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ എണ്ണ വറുത്താൽ മതി. ലക്ഷ്മി, ഇതിന് മുന്നേ പാനിപൂരി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിലും യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന ടൈമിൽ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒട്ടും ഹൈജീനിക് അല്ലാണ്ട് അതൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ഇന്നലെ കഴിച്ചത് സൂപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാനിപൂരി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ നമ്മൾ റെഡിമെയ്ഡ് പാനിപൂരിയാണ് എടുത്തേക്കുന്നത്. പിന്നീട് ചാറ്റ് മസാല, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, ശർക്കര, സവോള, പിന്നീട് കുറച്ച് പുളി, കുറച്ച് ഡേറ്റ്സ്, പിന്നീട് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് മല്ലിയില, പിന്നീട് ഉരുളക്കിഴങ്ങ് വേവിച്ചത്. ഇത് ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പാനിപൂരി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. പിന്നീട് ഉപ്പും കുറച്ച് മുളകും വേണം. അത് നമുക്ക് വഴിയെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ പാനിപൂരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ കഴിച്ച അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുമോ അതോ അതിലും ബെറ്റർ ആയിട്ട് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. കുറച്ചിങ്ങനെ നെക്കി പൊട്ടിക്കറ ഈ ബോള്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.